ക്രൈസ്തലോട് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമം ഒരിക്കൽ കൂടെ മഹത്വപ്പെടുമാറാകട്ടെ. വീണ്ടും വരുന്നവനായ യേശുവിൻ നാമത്തിൽ നിങ്ങളെ ഓരോരുത്തരെയും വചനം ശ്രവിക്കുവാനായിട്ട് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അല്പസമയം ചിന്തിക്കുവാനെടുത്തിരിക്കുന്ന വിശുദ്ധ വേദഭാഗം വിശുദ്ധ യോഹന്നാൻ സുവിശേഷം 12-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം. യോഹന്നാൻ സുവിശേഷം 12-ാം അധ്യായം 1-ാമത്തെ തിരുവചനം. അവിടെ ഇങ്ങനെ കാണുവാൻ കഴിയും: യേശു മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ലാസർ പാർത്ത ബെഥാന്യയിലേക്ക് യേശു പെസഹയ്ക്ക് 6 ദിവസം മുൻപേ വന്നു. ഒരിക്കൽ കൂടെ, യേശു മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ലാസർ പാർത്ത ബെഥാന്യയിലേക്ക് പെസഹയ്ക്ക് 6 ദിവസം മുൻപേ വന്നു. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധ കർത്താവേ, ഞങ്ങൾ അല്പസമയം തിരുവചനം ധ്യാനിക്കുവാൻ അങ്ങയുടെ പാദപീഠത്തിലായിരിക്കപ്പെടുമ്പോൾ അവിടുന്ന് ഞങ്ങളോട് സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ മക്കൾ വചനം കേട്ട് അനുസരിച്ച് അനുഗ്രഹത്തെ പ്രാപിക്കുവാൻ ദൈവം സഹായിക്കണമേ. തടസ്സമായി നിൽക്കുന്ന സകല ശത്രുവിന്റെ പോരാട്ടങ്ങളും യേശുവിൻ നാമത്തിൽ മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവകൃപ ഓരോരുത്തരും അനുഭവിക്കട്ടെ, ഓരോരുത്തരും ദൈവ സാന്നിധ്യം അനുഭവിക്കട്ടെ, ഓരോരുത്തരും കർത്താവിന്റെ വചനത്തെ ഏറ്റെടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് ഞങ്ങളോട് സംസാരിക്കണമേ, തിരുസാന്നിധ്യം സകലതും നിയന്ത്രിക്കണമേ. അടിയനെ ഏൽപ്പിച്ചു തരുന്നു യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. വചനത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: യേശു പാർത്ത സ്ഥലം എന്ന് പറയുന്നത്, യേശു വിസിറ്റ് ചെയ്ത, യേശു സന്ദർശിച്ച സ്ഥലം എന്ന് പറയുന്നത് യേശു ഉയർപ്പിച്ച ലാസർ പാർത്ത ബഥാന്യയിലേക്കാണ്. ആ ബഥാന്യയെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ യോഹന്നാൻ സുവിശേഷം 11-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ കാണുന്നത്, യേശു ലാസറിന്റെ കല്ലറയ്ക്കിലേക്ക് പോകുമ്പോൾ ചിലർ യേശുവിനെ തടുക്കുകയാണ്. മരിച്ചിട്ട് 4 ദിവസമായി, നാറ്റം വെച്ച് തുടങ്ങി എന്ന്. ഹല്ലേലൂയ. 2 വ്യത്യസ്ത അനുഭവങ്ങളെയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ പ്രസന്റ് ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഒന്ന്, സ്വന്തം കൂട്ടുകാരനായിരുന്ന, എപ്പോഴും യേശുവിനെ കടന്നു ചെല്ലുവാൻ സ്വാധീനമുണ്ടായിരുന്ന, സ്വാതന്ത്ര്യമുണ്ടായിരുന്ന, സ്നേഹിതനായിരുന്ന ലാസർ മരിച്ചപ്പോൾ, ലാസർ മരിച്ച് അടക്കം ചെയ്ത് 4-ാം ദിവസമാണ് യേശു ബഥാന്യയിലെത്തുന്നത്. ഒരുപാട് ദൂരം ഉണ്ടായിട്ടല്ല, വചനം പറയുന്നു 2 നാഴിക അകലെ ഉള്ള ബഥാന്യ. ആമേൻ. അപ്പോൾ യേശു ലാസറിനെ ഉയർപ്പിക്കുവാനായിട്ട് ബഥാന്യയിലേക്ക് പോകുന്നത് ലാസർ മരിച്ചു 4 ദിവസം കഴിഞ്ഞിട്ട്. എന്നാൽ പെസഹ ഇവിടെ ഒരുക്കുവാനായിട്ട്, അല്ലെങ്കിൽ പെസഹ ആചരിക്കുവാനായിട്ട് യേശു 6 ദിവസം മുൻപേ പോവുകയാണ്. ഹല്ലേലൂയ. ആമേൻ. പ്രിയ ദൈവജനമേ, ലാസറിനെ ഉയർപ്പിക്കുവാനായിട്ട് യേശുവിന് പദ്ധതിയുണ്ട്. അവിടെ ദൈവമഹത്വം വെളിപ്പെടേണ്ടതാണ്. ചിലരുടെ മനസ്സിനെയൊക്കെ രൂപീകരിച്ചെടുക്കുവാൻ, അല്ലെങ്കിൽ മനസ്സാന്തരപ്പെടുത്തി എടുക്കുവാൻ കുറച്ച് ടൈം ആവശ്യമാണ്. കർത്താവ് ആ രൂപാന്തരത്തിനുള്ള സമയം, മനസ്സാന്തരത്തിനുള്ള സമയം, ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുവാനുള്ള, ദൈവത്തെ മഹത്വപ്പെടുത്തുവാനുള്ള സമയം, അതിനൊക്കെ ഒരു ടൈം ലിമിറ്റ് വെക്കുകയാണ്. ആമേൻ. ലോകത്തിന്റെ മുന്നേ തൻ്റെ പരസ്യ ശുശ്രൂഷ ചെയ്യുവാൻ യേശു ഒരു സമയം ലിമിറ്റ് വയ്ക്കപ്പെടുമ്പോൾ, ദൈവാലയത്തിലേക്ക് കടന്നു ചെല്ലുവാൻ, ദൈവത്തെ ആരാധിക്കുവാൻ, യാഗം കഴിക്കുവാൻ കർത്താവ് പറഞ്ഞിട്ടുള്ളതായ, അല്ലെങ്കിൽ ദൈവം അരുളി ചെയ്തിട്ടുള്ളതായ പെസഹ ആചരിക്കുവാൻ 6 ദിവസം മുൻപേ ഒരുക്കപ്പെടുന്ന, കടന്നു ചെല്ലുന്ന ഒരു സാഹചര്യം ഇവിടെ കാണുവാനായിട്ട് കഴിയും. ഹല്ലേലൂയ. അതുകൊണ്ട് വചനം പറയുന്നത്, മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ അടക്കട്ടെ, നീയോ എന്നെ അനുഗമിക്ക എന്ന്. ഹല്ലേലൂയ. ചിന്തകൾ കൊണ്ട് മരിച്ചവരായിരിക്കുന്ന, പ്രവർത്തികൾ കൊണ്ട് മരിച്ചവരായിരിക്കുന്ന ഒരു കൂട്ടം പേർ നമുക്ക് ചുറ്റും നിൽക്കുമ്പോൾ, നാം അവരെ കണ്ട് അവരെ അനുകരിച്ച് അവരുടെ പിന്നാലെ പോകുന്ന അനുഭവത്തിലല്ല, പിന്നെയോ മരിച്ചവർ ദൈവ മഹത്വത്തിലേക്ക് പ്രവേശിക്കുവാൻ, രക്ഷയിൽ നിന്ന് മരിച്ചവർ, മഹത്വത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള വെളിപ്പാട് ലഭിക്കാത്തവർ, ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കുവാനായിട്ട് കഴിയാതെ പോയവർ, അഥവാ അതിനവസരമുണ്ടായിട്ടും അതിനെ അലക്ഷ്യമാക്കി കളഞ്ഞവർ, അങ്ങനെ ഒരു കൂട്ടം പേർ ദൈവത്തിൽ നിന്ന് അകന്ന് ആയിരിക്കുമ്പോൾ, ലൗകികമായ കാര്യങ്ങളിൽ ഏർപ്പെട്ട് ലൗകിക സുഖങ്ങളിൽ മുഴുകി അവരായിരിക്കപ്പെടുമ്പോൾ, അതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ആയിരിക്കപ്പെടുമ്പോൾ, ഹല്ലേലൂയ. ഒരു വിവാഹത്തിന് പോകണമെങ്കിൽ ആരാധന മുടക്കിയിട്ട് പോകുവാൻ തയ്യാറാണ്. പക്ഷേ വിവാഹം മാറ്റിവെച്ചിട്ട്, അല്ലെങ്കിൽ വിവാഹത്തിന് പിന്നെ പോകാമെന്ന ടൈം ക്രമീകരിച്ചിട്ട് ദൈവാലയത്തിൽ കടന്നു വന്ന് ആരാധിക്കുവാൻ 1-ാം സ്ഥാനം കൊടുക്കുവാനായിട്ട് കഴിയുമോ? ആ ഒരു മാനുഷികമായ തീരുമാനങ്ങൾ എടുക്കുവാനുള്ള ആ ഒരു അനുഭവത്തെ, അല്ലെങ്കിൽ മനുഷ്യന്റെ മനസ്സിനെ ഒരുക്കിയെടുക്കുവാനുള്ള ആ അനുഭവത്തെയാണ്
നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. ഹല്ലേലൂയ. ഒരു മരണത്തിന് യേശു പോകുന്നത് മരിച്ചു 4 ദിവസം കഴിഞ്ഞിട്ടാണ്. അവിടെ ദൈവത്തിനൊരു പ്രവൃത്തി വെളിപ്പെടുത്തുവാനായിട്ടുണ്ട്. ഹല്ലേലൂയ. ആമേൻ. തന്നെ ശുശ്രൂഷിക്കുന്ന ഒരു മാർത്ത അവിടെയുണ്ട്. എന്ത് വേണമെങ്കിലും തനിക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുവാൻ, ആമേൻ, ജീവിത സാഹചര്യങ്ങൾ അവിടെ ഒരുക്കി നൽകുവാൻ, വിശ്രമിക്കുവാൻ ആവശ്യമായ സ്ഥലം ഒരുക്കി നൽകുവാൻ, സകല ക്രമീകരണങ്ങളും ഒരുക്കി കൊടുക്കുവാനായിട്ട് ശുശ്രൂഷയിൽ കുഴഞ്ഞവളായി ഒരു മാർത്ത അവിടെയുണ്ട്. യേശു എന്തു പറഞ്ഞാലും ഏറ്റെടുക്കുവാനും അനുസരിക്കുവാനും അനേക പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടവളായിട്ട് ഒരു മറിയ യേശുവിന്റെ കാൽക്കൽ ഇരിക്കുവാനായിട്ട് അവിടെയുണ്ട്. ഹല്ലേലൂയ. ആമേൻ. യേശുവിന്റെ തോളോട് ചേർന്നിരിക്കുവാൻ, യേശുവിന്റെ അടുക്കൽ നിൽക്കുവാൻ, യേശുവിനോടൊപ്പം കൈപിടിച്ച് നടക്കുവാൻ സ്നേഹിതനായിട്ടൊരു ലാസർ അവിടെയുണ്ട്. ആമേൻ. ഹല്ലേലൂയ. അങ്ങനെ ഒരു കുടുംബമായിരുന്നു ബെഥാന്യയിലെ ലാസറിന്റെ കുടുംബം. യേശുവുമായി അത്രത്തോളം അടുത്ത ബന്ധം സൂക്ഷിച്ചിരുന്ന കുടുംബം. എന്നിട്ടും തന്റെ സ്നേഹിതനായ ലാസർ മരിച്ചു 4 ദിവസം കഴിഞ്ഞിട്ട് യേശു അവിടെ ചെല്ലുകയാണ്. അതിന് മുന്നായി നാം നോക്കുമ്പോൾ യേശു ഒരു സമയവും വേസ്റ്റ് ചെയ്യുന്നതല്ല. ഒത്തിരി ശുശ്രൂഷകളിൽ യേശു കുഴങ്ങിയിരിക്കുകയാണ്. പുരുഷാരം പലപ്പോഴും യേശുവിന്റെ അടുക്കൽ വരുമ്പോൾ ആമേൻ, യേശു അവരെ വെറുതെ വിടുന്ന അനുഭവത്തിലല്ല. അവരെല്ലാം രോഗികളെ സൗഖ്യമാക്കുന്നു, ഭൂതഗ്രസ്തരെ വിടുവിക്കുന്നു. ആമേൻ. ആശ്വാസമില്ലാതെ തകർന്നിരിക്കുന്നവരെ കർത്താവ് തന്റെ വാക്കുകളാൽ ആശ്വസിപ്പിക്കുന്നു. തിരുവചനത്താൽ അവരെ ധൈര്യപ്പെടുത്തുന്നു. ആമേൻ. ഭക്ഷണമില്ലാതെ ശാരീരിക ക്ഷീണം അനുഭവിക്കുമ്പോൾ ആമേൻ, യേശു അവർക്ക് ഭക്ഷിക്കുവാനായിട്ട് വിളമ്പി കൊടുക്കുന്നു. എല്ലാത്തിനും എല്ലാമായി തീരുന്ന ഒരു കർത്താവിനെയാണ് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. ഭൗതികമായി നീ ഭക്ഷണത്തിന് ആഗ്രഹിക്കുമ്പോൾ നിനക്ക് ഭക്ഷണം ഒരുക്കി നൽകുന്ന ഒരു ദൈവമുണ്ട്. ആത്മീയമായി നീ ദൈവവചനത്തിനായി ദാഹിക്കുമ്പോൾ, ദൈവത്തിന്റെ ആത്മാവിനായിട്ട് ആമേൻ നീ കാക്ഷിക്കുമ്പോൾ അവിടെ ആത്മാവിനാൽ നിന്നെ നിറയ്ക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ആമേൻ. നിന്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് ഇറങ്ങി വന്ന ആവശ്യത്തിനനുസരിച്ച് നിന്നെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് മറന്നു പോകരുത്. ഹല്ലേലൂയ. നീ സ്നേഹിതനല്ലാത്തത് കൊണ്ടല്ല നിന്റെ പ്രശ്നങ്ങളിലേക്ക് ഇറങ്ങി വരുവാനായിട്ട് താമസമുള്ളത്. ആമേൻ. ലാസർ സ്നേഹിതനായിരുന്നു. അവൻ മരിച്ചിട്ട് അവന്റെ അടുക്കലേക്ക് വരുവാനായിട്ട് താമസിച്ചത് യേശുവിന് ലാസറിനോട് സ്നേഹം ഇല്ലാതിരുന്നത് കൊണ്ടല്ല, പിന്നെയോ ദൈവത്തിന്റെ മഹത്വത്തെ അവിടെ വെളിപ്പെടുത്തുവാൻ. ഓ മാർത്തയെ, നീ കുഴങ്ങിയിരിക്കുന്നതായ ശുശ്രൂഷ മേഖലകളെ വിട്ടിട്ട് ദൈവത്തിന്റെ വചനത്തിന്റെ ആഴത്തെ അറിയുവാൻ, ദൈവത്തിന്റെ ശക്തിയെ തിരിച്ചറിയുവാൻ, ദൈവ സാന്നിധ്യത്തിലേക്ക് മടങ്ങി വരുവാൻ, ദൈവത്തിന്റെ പാദാരംഭത്തിൽ ഇരുന്നു കൊണ്ട് നിന്നെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുവാൻ നിനക്ക് കുറച്ച് സമയം ആവശ്യമുണ്ട്. ഹല്ലേലൂയ. ആമേൻ. അതുകൊണ്ട് മാർത്തയെ, നിന്റെ മനസ്സിനെ ഒരുക്കുവാൻ എന്റെ കർത്താവ് വരുവാൻ 4 ദിവസം വൈകി. ഹല്ലേലൂയ. ആമേൻ. മറിയയെ, നീ ദൈവത്തിന്റെ കാൽക്കലായിരിക്കുന്ന വ്യക്തിയായിരുന്നു. ആമേൻ. എന്നിട്ടും നിന്റെ സഹോദരൻ മരിച്ചപ്പോൾ, സഹോദരൻ നിന്നെ വിട്ടു പോയപ്പോൾ ഒരുപക്ഷെ നീ കുഴങ്ങിപ്പോയി. ഹല്ലേലൂയ. ലൗകിക ചിന്തകൾ നിന്നെ ഭാരപ്പെടുത്തി. ഇനി ആര് കരുതും? ഇനി ആര് താങ്ങും? ആമേൻ. ഇനി ആരെ ആശ്രയം വെക്കും എന്ന പലപ്പോഴും നീ ആശ്രയത്തിനായി കടന്നു ചെന്നിരുന്ന, ആമേൻ, ദൈവവചനങ്ങൾ കൊണ്ട് നിന്നെ ശക്തീകരിച്ചിരുന്ന യേശുവിനെ പോലും നിനക്ക് കാണുവാനായിട്ടോ ഒന്ന് സംസാരിക്കുവാനായിട്ടോ നിന്റെ ദുഃഖത്തിന്റെ ആഴത്തെ ഒന്ന് കുറയ്ക്കുവാൻ തക്കവണ്ണം ഒരാശയ വിനിമയത്തിനായിട്ടോ നിനക്ക് യേശുവിനെ പോലും ആമേൻ കാണുവാൻ കഴിയാതെ ഇരിക്കപ്പെടുന്ന സാഹചര്യത്തിലൂടെ നീ കടന്നു പോകപ്പെടുമ്പോൾ ദൈവം നിന്റെ മനസ്സിനെ ഒരുക്കിയെടുക്കുകയാണ്. ആമേൻ. ആഴമായ വചന സത്യങ്ങളെ ആമേൻ നിന്നിലേക്ക് നിറച്ച് ആമേൻ ഉയർപ്പിക്കുവാൻ കഴിയുന്ന ദൈവത്തിന്റെ ശക്തിയെ നിന്റെ മുന്നിൽ പ്രകടിപ്പിക്കുവാൻ, നിന്നെ വെളിപ്പെടുത്തുവാനായിട്ട് ആമേൻ ദൈവം 4 ദിവസം വരുവാനായിട്ട് വൈകി. ഹല്ലേലൂയ. കെട്ടപ്പെട്ടവനായിരുന്ന ലാസർ, ആമേൻ, മരിച്ച് 4 ദിവസമായ ലാസർ, നാറ്റം വെച്ച ബോഡി ചെയ്യുവാനായിട്ട് തുടങ്ങിയ ലാസർ, ആമേൻ, നീ യേശുവിന്റെ സ്നേഹിതനായിരുന്നിട്ടും നീ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടപ്പോൾ, ലോകത്തിന്റെ ആമേൻ പ്രതികൂല സാഹചര്യങ്ങൾ നിന്നെ ബാധിച്ചപ്പോൾ, ലോകം നിന്നെ കീഴടക്കി കളഞ്ഞപ്പോൾ, ആമേൻ, ഏത് അനുഭവത്തിൽ നീ ആയാലും അവിടെ നിന്ന് കരം പിടിച്ചു നിന്നെ മടക്കി കൊണ്ടുവരുവാൻ കഴിയുന്ന, നിന്നെ ഉയർപ്പിക്കുവാനായിട്ട് കഴിയുന്ന, ചീഞ്ഞളിയുന്ന ജീവിത സാഹചര്യങ്ങളിൽ നിന്ന്, ദുർഗന്ധം വമിക്കുന്ന അനുഭവങ്ങളിൽ നിന്ന്, ആമേൻ, നിന്നയുടെ അനുഭവത്തിൽ നിന്ന് നിന്നെ മടക്കി കൊണ്ടുവരുവാനായിട്ട് കഴിയുന്ന ഒരു ദൈവമുണ്ടെന്ന് നിന്റെ മുന്നിൽ വെളിപ്പെടുത്തുവാനായിട്ട് നിന്റെ അടുക്കൽ വരുവാനായിട്ട് 4 ദിവസം വൈകിപ്പോയി. ഹല്ലേലൂയ. നിന്റെ പ്രാർത്ഥനാ വിഷയങ്ങളിൽ യേശു ഇറങ്ങുവാൻ വൈകുന്നുവോ? ആമേൻ, നിന്റെ സാഹചര്യങ്ങളുടെ മധ്യത്തിൽ നിലവിളിച്ചിട്ട് യേശു അടുക്കെ വരുന്നില്ല എന്ന് തോന്നുന്നുവോ? ആമേൻ, ശുശ്രൂഷയിൽ കുഴങ്ങിപ്പോയിട്ട് ഒരാശ്വാസത്തിനായി ആമേൻ ഒരു ആലോചന ചോദിക്കുവാനായിട്ട് ദൈവം നിന്റെ സമീപേ ഇല്ലെന്ന് തോന്നിപ്പോകുന്നുവോ? ഹല്ലേലൂയ. ലാസറിന്റെ അനുഭവത്തിലൂടെ കർത്താവ് നിന്നോട് വിളിച്ചു പറയുകയാണ്, ദൈവം നിന്റെ സമീപേ തന്നെയുണ്ട്, ഒരുപാട് അകലെയില്ല, അകലത്തിലല്ല, 2 നാഴിക അകലമേ ഉള്ളൂ. ഹല്ലേലൂയ. നിന്റെ അടുക്കിലേക്ക് അവൻ വന്നുകൊണ്ടിരിക്കുകയാണ്, നിന്റെ പ്രശ്നങ്ങളിലേക്ക് അവൻ ഇറങ്ങുകയാണ്. മറ്റാരെക്കാളും മഹത്വത്തിൽ നിന്റെ വിഷയത്തിലേക്ക് ഇറങ്ങുവാൻ അവൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് ആമേൻ അല്പസമയം താമസിക്കുന്നു എന്ന് മാത്രം. ഹല്ലേലൂയ. ദൈവ മഹത്വം
നിന്റെ പ്രശ്നത്തിന്റെ മേൽ വെളിപ്പെട്ടു വരേണ്ടതിനാ. ദൈവത്തിന്റെ കൃപ നിന്റെ വിഷയത്തിന്മേൽ വെളിപ്പെടേണ്ടതിനാ. ആമേൻ ഇന്ന് നിന്നയെ മാറ്റിയിട്ട് നിന്നെ സന്തോഷം ഉടിപ്പിക്കേണ്ടതിനാ. നിന്റെ അപമാനത്തെ മാറ്റിയിട്ട് നിന്നെ മാന്യത അണിയിക്കേണ്ടതിനാ. നിന്റെ പ്രതികൂലങ്ങളെ അകറ്റിയിട്ട് നിന്നെ വിജയത്തിലേക്ക് കരം പിടിച്ച് എഴുന്നേൽപ്പിക്കേണ്ടതിനാ. നിന്റെ ജീവിത സാഹചര്യങ്ങളുടെ നാറ്റം വമിക്കുന്ന അനുഭവങ്ങളെ വിട്ടിട്ട് നിന്നെ സ്വതന്ത്രമാക്കി എഴുന്നേൽപ്പിക്കേണ്ടതിനാ. കർത്താവ് നിന്റെ പ്രശ്നത്തിലേക്ക് വരുവാൻ, നിന്റെ ജീവിതത്തിലേക്ക് വരുവാൻ, നിന്റെ കുടുംബത്തിലേക്ക് വരുവാൻ അല്പം വൈകി പോകുന്നു എങ്കിലും കാത്തിരിക്കുവാനായിട്ട് മറന്നു പോകരുത്. ഹല്ലേലൂയ. ഒരു വിടുതലുണ്ട് നിശ്ചയം. ആമേൻ. നീ കാത്തിരിക്കുന്നത് വൈകുമ്പോൾ നിന്റെ ജീവിതത്തിലേക്ക് ദൈവം ഇറങ്ങി പ്രവർത്തിക്കുന്നത് അത്യത്ഭുതമായിട്ടായിരിക്കും. ലോകം കണ്ട് അതിശയിക്കുമാറ്. ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ ചിന്തിക്കുവാൻ കഴിയാത്ത വിധത്തിലുള്ള ദൈവപ്രവൃത്തി അത് നിന്റെ കുടുംബത്തിൽ വെളിപ്പെടുവാനാണെന്ന് മറന്നു പോകരുത്. കൂടി നിന്ന ഒരു പുരുഷാരത്തിനും അതുവരെയും കാണുവാൻ, പുരുഷാരത്തിൽ ഒരു വ്യക്തിക്ക് പോലും അതുവരെയും കാണുവാൻ കഴിയാതിരുന്ന ഒരു അത്ഭുതമാണ് അവിടെ കാണുവാൻ കഴിഞ്ഞത്. ലാസറിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് യേശു കർത്താവ് ലാസറെ പുറത്തു വരിക എന്ന വിളിയാൽ അവൻ എഴുന്നേൽപ്പിച്ച് പുറത്തേക്ക് കൊണ്ടുവരുന്നതായ അത്യത്ഭുതകരമായ അവർക്ക് കാണുവാൻ കഴിയാതിരുന്ന ഒരു മിറാക്കിൾ അവിടെ അവർക്ക് അത്യത്ഭുതം അവിടെ കാണുവാനായിട്ട് കഴിഞ്ഞു. ഹല്ലേലൂയ. നീ വിചാരിക്കുന്നുണ്ടാകാം നിന്റെ പ്രശ്നത്തിന് വിടുതലില്ല, നിന്റെ രോഗത്തിന് സൗഖ്യമില്ല, നിന്റെ മക്കൾക്ക് മാനസാന്തരപ്പെടുവാനായിട്ട് കഴിയത്തില്ല, അവർ മടങ്ങി വരത്തില്ല. ഹല്ലേലൂയ. തകർന്ന സാഹചര്യങ്ങളിൽ നിന്ന് നിന്റെ കുടുംബത്തിലേക്ക്, നിന്റെ കുഞ്ഞുങ്ങളുടെ കുടുംബത്തിലേക്ക് ദൈവത്തിന്റെ അത്ഭുതകരം ഇറങ്ങി പ്രവർത്തിക്കുന്നില്ല എന്ന് വിചാരിച്ച് തകർന്ന അനുഭവത്തില് പ്രാർത്ഥന നഷ്ടപ്പെട്ട് നീ ആയിരിക്കുന്നുവോ, ദൈവസന്നിധിയിൽ നിലവിളിക്കുവാനായിട്ട് മറക്കണ്ട. പ്രാർത്ഥിക്കുവാനായിട്ട് നീ വൈമനസ്യം കാണിക്കണ്ട. അത്യത്ഭുതമായി നിന്റെ പ്രശ്നത്തിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കുവാൻ ദൈവം അല്പം വൈകുന്നു. നിനക്കല്പം കാത്തിരിക്കേണ്ടി വരുന്നു. ഹല്ലേലൂയ. ഭൗതികമായ വിഷയങ്ങളുടെ വിടുതലിന് നീ അല്പം കാത്തിരിക്കേണ്ടി വന്നാലും, നിന്റെ പ്രാർത്ഥനാ വിഷയങ്ങളുടെ മറുപടിക്ക് അല്പം കാത്തിരിക്കേണ്ടി വന്നാലും ദൈവത്തിന്റെ മഹത്വത്തെ ഇവിടെ വെളിപ്പെടുത്തുന്നത് അനുഭവിച്ചറിയുവാനായിട്ട് കഴിയും. ഹല്ലേലൂയ. യേശു തന്നെ നമ്മുടെ മുന്നിൽ വെച്ചിരിക്കുന്ന മാതൃകയാണിത്. എല്ലാത്തിനും എല്ലാമായിരുന്ന ലാസർ തന്റെ ശുശ്രൂഷയ്ക്ക് വളരെ പ്രാധാന്യം നൽകിയിരുന്ന, തന്റെ കാൽക്കലിരുന്ന പാപങ്ങളെ എല്ലാം മോചിക്കപ്പെട്ടവളായി വിശുദ്ധീകരണത്തിലേക്ക് കടന്നു വന്നിട്ട് തന്റെ പാപങ്ങളെ മോചിച്ചു തന്ന ദൈവ സന്നിധിയിൽ അത്രത്തോളം കീഴ്പ്പെട്ടവന്റെ കാൽക്കലിരുന്ന് വചനം കേൾക്കുന്നതിന് അത്രത്തോളം പ്രാധാന്യം കൊടുത്തിരുന്ന മറിയ ഉണ്ടായിരുന്നിട്ടും എന്താവശ്യത്തിനും ഏത് ഭക്ഷണം വേണമോ, എന്തു വേണം, എപ്പോഴും കർത്താവിനെ ശുശ്രൂഷിക്കുവാൻ തയ്യാറായി നിൽക്കുന്ന ഒരു മാർത്തയുണ്ടായിരുന്നിട്ടും എന്തേ യേശു വരുവാൻ വൈകിയത്? അവർ ദൈവത്തെ അറിയാത്തത് കൊണ്ടല്ല, ദൈവത്തെ വിളിക്കാത്തത് കൊണ്ടല്ല, അവരുടെ വിഷയങ്ങളെ യേശു കർത്താവിനെ അറിയിക്കാത്തത് കൊണ്ടല്ല, പിന്നെയോ ദൈവത്തിന്റെ മഹത്വത്തെ വെളിപ്പെടുത്തുവാൻ, മറിയയെ വചനത്തിന്റെ ആഴങ്ങളിൽ അടിയുറപ്പിച്ചു നിർത്തുവാൻ, ശുശ്രൂഷകളിൽ കുഴങ്ങി പലപ്പോഴും പരാതിയുമായി വരുന്ന മാർത്തയെ അതിനെയൊക്കെ വിട്ടിട്ട് ദൈവ വചനത്തെ ഏറ്റെടുത്ത് ദൈവത്തിന്റെ പാദാരംഭത്തിലായിരിക്കുവാനായിട്ടൊന്ന് പഠിപ്പിച്ചെടുക്കുവാൻ. ഹല്ലേലൂയ. സാഹചര്യങ്ങളുടെ നടുവിൽ കുഴങ്ങിപ്പോകുമ്പോൾ ഇനിയൊരു ഉയർപ്പില്ല എന്ന് പറഞ്ഞ് നെടുവീർപ്പിടുന്ന ലാസറിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിക്കുവാൻ കഴിയുന്ന ദൈവത്തിന്റെ സന്നിധിയിൽ സകല പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട് എന്ന് പഠിപ്പിച്ചെടുക്കുവാൻ. അതിനാണ് യേശു 4 ദിവസം വൈകിയത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിനക്കൊന്ന് വിശ്വസിക്കുവാനായിട്ട് കഴിയുമോ? നിന്റെ പ്രശ്നത്തിന് പരിഹാരം ലഭിക്കുവാൻ അല്പകാല താമസമോ? നീ തന്നെ വിചാരിക്കുന്നുണ്ടാകാം എന്റെ കണ്ണുനീർ വറ്റുന്നില്ലല്ലോ, ഇത് മാറുന്നില്ലല്ലോ എന്ന്. കരഞ്ഞു എന്റെ കണ്ണുനീർ വറ്റിയിരിക്കുന്നു എന്ന് നീ ചിന്തിച്ചിട്ടുണ്ടാകാം. എന്നാൽ കർത്താവ് ഈ ദൈവവചനത്തിലൂടെ നിന്നെ ആഴത്തിൽ ഉറപ്പിക്കുകയാണ്. നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്, നിന്റെ രോഗത്തിന് സൗഖ്യമുണ്ട്, നിന്റെ വിഷയത്തിന് മറുപടിയുണ്ട്, നിന്റെ കുടുംബത്തിൽ ഒരു അത്ഭുതമുണ്ട്. ഹല്ലേലൂയ. നീ യേശുവിനെ മുറുകെ പിടിച്ചുകൊള്ളുക. ദൈവപ്രവൃത്തി നിന്റെ കുടുംബത്തിൽ വെളിപ്പെടുക. ആമേൻ. അതിന്റെ 2ാമത്തെ അനുഭവം നാം പഠിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് 12ാം അധ്യായം നാം വായിച്ചു കേട്ട 1-ാം വാക്യത്തില് പെസഹയ്ക്ക് 6 ദിവസം മുമ്പേ ഇതേ ബഥാന്യയിൽ യേശു പോവുകയാണ്. ബഥാന്യയിൽ പോകുവാൻ യേശുവിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നിട്ടല്ല, അത് അടുത്തുള്ള പട്ടണം ആയിരിക്കുകയാണ്. ആമേൻ. അവിടെ പോകുവാനായിട്ട് വളരെ പ്രയാസമുണ്ടായിരുന്നിട്ടല്ല. ആമേൻ. ലാസറിന്റെ കുടുംബത്തിൽ ചിലത് സംഭവിക്കുവാൻ, ആ അത്ഭുതം കണ്ട് ആ ഏരിയ മുഴുവൻ, ലാസറിന്റെ ചുറ്റും പാർക്കുന്ന സകല ജനവും ദൈവത്തിന്റെ മഹത്വത്തെ അറിയുവാൻ, കൂടി വന്ന പുരുഷാരം മുഴുവൻ യേശുവിനെ തിരിച്ചറിയുവാൻ അവിടെ ഒരു അത്ഭുതം നടക്കേണ്ടത് ആവശ്യമായിരുന്നു. അതുകൊണ്ട്
കർത്താവ് വരുവാൻ വൈകി. ഇവിടെ ഇതാ യഹൂദന്മാർക്ക് ഏറ്റവും പ്രാധാന്യമുള്ള ചില ഉത്സവങ്ങളുണ്ട്. അവർ ദൈവാലയത്തിൽ വന്ന് ആഘോഷിക്കുന്ന ആചാരങ്ങളും യാഗങ്ങൾ അർപ്പിക്കുന്ന ആരാധന അർപ്പിക്കുന്ന സന്ദർഭങ്ങളുമുണ്ട്. ഇവിടെ ഇതാ പെസഖ പെസഖ പെരുന്നാൾ ആഘോഷിക്കുവാനായിട്ട് ഏതു ഭാഗത്തായിരുന്നാലും യഹൂദന്മാർ യെരൂശലേം ദൈവാലയത്തിലേക്ക് ഒരുമിച്ച് കൂടുന്ന പതിവുണ്ട്. യേശു യെരൂശലേമില് പെസഖ ആചരിക്കുവാൻ ദൈവാലയത്തിൽ കടന്നു പോകുവാനായിട്ട് 6 ദിവസം മുൻപേ ബഥാന്യ എന്ന ഗ്രാമത്തിലേക്ക് കടന്നു വരികയാണ്. ദൈവാലയത്തിൽ കടന്നു വരുവാൻ, ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവിക കൽപ്പനകളെ അനുസരിക്കുവാൻ അതിനൊരു പ്രത്യേകമായ പരിഗണന കൊടുക്കുന്ന കർത്താവിനെ നമുക്ക് കാണുവാൻ കഴിയും. എന്തിനെന്നറിയാമോ? ദൈവം നമുക്ക് മാതൃക കാണിച്ചു തന്നതാണ്. ശുശ്രൂഷകൾക്ക് നാം പ്രാധാന്യം കൊടുക്കണം. ദൈവത്തെ ആരാധിക്കുന്നതിന് പ്രാധാന്യം കൊടുക്കണം. ദൈവത്തിന്റെ വചനത്തെ ഏറ്റെടുക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നതിന് നാം പ്രാധാന്യം കൊടുക്കണം. കർത്താവിത പെസഖ ആഘോഷിക്കുവാനുള്ള ഒരുക്കങ്ങളുടെ ഭാഗമായി 6 ദിവസം മുൻപേ ബഥാന്യയിലേക്ക് കടന്നു വരികയാണ്. ഹല്ലേലൂയ. ശുശ്രൂഷയ്ക്ക് അത്രത്തോളം പ്രാധാന്യം കൊടുക്കുവാനായിട്ട് കർത്താവ് നമ്മെ പഠിപ്പിക്കുകയാണ്. 12-ാം അധ്യായം അതിന്റെ 19-ാം തിരുവചനത്തില് യേശുവിനെ നശിപ്പിക്കുവാനായിട്ട് കൂട്ടം കൂടി കാത്തിരുന്ന വിഭാഗക്കാരാണ് പരീശന്മാരും ശാസ്ത്രിമാരും ഉൾപ്പെടുന്ന യഹൂദ സംഘം, സനദ്രീൻ സംഘം. യേശുവിനെ ഏതു തരത്തിലും അപായപ്പെടുത്തുവാനായിട്ട് കാത്തിരുന്ന ഒരു സംഘമാണ്. യേശു അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തപ്പോൾ പരീശന്മാർ തമ്മിൽ പിറുപിറുക്കുകയാണ്. നമുക്കൊന്നും സാധിക്കുന്നില്ലല്ലോ, പുരുഷാരമൊക്കെയും ഇതാ യേശുവിന്റെ പിന്നാലെ ആയിപ്പോയി. നിന്റെ ജീവിതത്തിലേക്ക് പ്രതികൂലം കൊണ്ടിടുവാനായിട്ട് പിശാച് വട്ടം കൂട്ടി കാത്തിരിക്കുമ്പോൾ പിന്നത്തേതിൽ പിശാചിന്റെ ശക്തികൾ പരസ്പരം പിറുപിറുക്കും. നമുക്കൊന്നും സാധിക്കുന്നില്ലല്ലോ. ദൈവത്തിന്റെ സംരക്ഷണം അവന്റെ കുടുംബത്തിലുണ്ട്, അവന്റെ കുഞ്ഞുങ്ങളുടെ മേലുണ്ട്, അവന്റെ വിഷയത്തിന്മേലുണ്ട് എന്ന്. ഹല്ലേലൂയ. നിന്റെ പ്രതികൂല സാഹചര്യങ്ങളുടെ മധ്യത്തിലും ദൈവത്തെ നീ മുറുകെ പിടിക്കുമ്പോൾ ദൈവിക സംരക്ഷണം നിന്റെ പ്രശ്നങ്ങളുടെ നടുവിലേക്ക് ഇറങ്ങി വരും. പിശാചിനെ നിന്നെ തകർക്കുവാനായിട്ട് കഴിയത്തില്ല. ദുഷ്ടന്റെ ആധിപത്യങ്ങൾക്ക് നിന്റെ മേൽ ജയമെടുക്കുവാനായിട്ട് കഴിയത്തില്ല. ഹല്ലേലൂയ. അതാണ് വചനത്തിൽ പഠിപ്പിക്കുന്നത്. നമുക്കൊന്നും സാധിക്കുന്നില്ല എന്ന യേശുവിനെ ഒടുക്കുവാനായിട്ട് കാത്തിരുന്നവർ തമ്മിൽ പിറുപിറുക്കുവാനായിട്ട് തുടങ്ങി. ഹല്ലേലൂയ. അതുകൊണ്ടാണ് യോഹന്നാൻ സുവിശേഷം 12-ാം അധ്യായം അതിന്റെ 32-ാമത്തെ തിരുവചനത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ഞാനോ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെട്ടാൽ എല്ലാവരെയും എങ്കിലേക്ക് ആകർഷിക്കും. ഹല്ലേലൂയ. യേശു ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടാൽ നമ്മുടെ ഓരോരുത്തരുടെയും പാപങ്ങളെ ചുമന്നുകൊണ്ട് കർത്താവ് ക്രൂശിന്മേൽ നമുക്ക് വേണ്ടി യാഗമായി തീർന്നു. കർത്താവ് പറഞ്ഞു, മരിച്ചതുപോലെ അവൻ 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കും. തിരുവചനത്തിന് നിവർത്തി വരുവാൻ തക്കവണ്ണം കർത്താവ് അതുപോലെ ഉയർത്തെഴുന്നേറ്റു. ആ കർത്താവ് പറയുകയാണ്, ഞാൻ എല്ലാവരെയും എന്നിലേക്ക് ആകർഷിക്കും. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആകർഷണം, ഹല്ലേലൂയ, ഇന്ന് ഭൂമിയുടെ മേൽ, നമ്മുടെ ഓരോരുത്തരുടെ മേലുണ്ട്. അവൻ നമ്മെ രക്ഷയ്ക്കായി വിളിച്ചുകൊണ്ടിരിക്കുന്നു. പിശാചിന്റെ ചേറ്റിലേക്ക്, ആഴക്കുഴിയിലേക്ക് വീണു പോകാതിരിക്കുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും വിളിച്ചുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. ആ വിളി കേൾക്കുവാൻ, ദൈവത്തിന്റെ വചനത്തെ അനുസരിക്കുവാൻ, ദൈവത്തിന്റെ പിന്നാലെ പോകുവാൻ, അതിനെ ഏറ്റെടുക്കുവാനായിട്ട് നമുക്ക് മനസ്സുണ്ടോ? ഹല്ലേലൂയ. കർത്താവ് നമ്മെ വിളിച്ചുകൊണ്ടിരിക്കുന്നു. സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറയുന്നു: യഹോവയായ ദൈവം വിളിച്ചുകൊണ്ടിരിക്കുകയാണ് സൂര്യന്റെ ഉദയം മുതൽ അസ്തമയം വരെ. ഹല്ലേലൂയ. സൂര്യന്റെ ഉദയം മുതൽ അസ്തമയം വരെ യഹോവയായ ദൈവം ഭൂമിയെ വിളിച്ചുകൊണ്ടിരിക്കുന്നു. ഭൂമി എന്ന് പറയുമ്പോൾ ഭൂമണ്ഡലത്തിലെ സകലത്തെയും സംരക്ഷിക്കുവാൻ, നമ്മെ ഓരോരുത്തരെയും രക്ഷയിലേക്ക് കൊണ്ടുവരുവാൻ, രക്ഷയിൽ നിലനിർത്തുവാൻ ദൈവം നമ്മെ വിളിച്ചുകൊണ്ടേയിരിക്കുന്നു. എത്ര പേർ അത് കേൾക്കുന്നുണ്ട്? എത്ര പേർ ആ വിളി കേൾക്കുന്നുണ്ട്? അതിന് പ്രതികരിക്കുന്നുണ്ട്? ഹല്ലേലൂയ. ദൈവാലയത്തിൽ കിടന്നുറങ്ങുന്ന ശമൂവേൽ ബാലനെ യഹോവയായ ദൈവം വിളിച്ചു. ശമൂവേലിന് തിരിച്ചറിയുവാനുള്ള പ്രായം പോലും ആയിട്ടില്ല, പൈതലായിരിക്കുമ്പോൾ. അവനെ ഉപദേശിക്കുവാനായിട്ട് ഒരു ഏലി പുരോഹിതനുണ്ടായിരുന്നു. നിന്നെ വിളിച്ചത് യഹോവയായ ദൈവമാണെന്നും ദൈവത്തിന്റെ ശുശ്രൂഷ എങ്ങനെ ചെയ്യണമെന്നും ദൈവാലയത്തിൽ എങ്ങനെ ആയിരിക്കണമെന്നും ഏലി പുരോഹിതൻ ശമൂവേലിനെ പഠിപ്പിച്ചു. അതുപോലെ തന്നെ തൻ്റെ മക്കളെയും പഠിപ്പിച്ചു. പക്ഷെ തൻ്റെ മക്കൾക്ക് അനുസരണയിൽ വളരുവാനോ ഏറ്റെടുക്കുവാനോ മനസ്സില്ല. അവർ ദൈവഹിതം വിട്ട് അകന്നു പോയപ്പോൾ വചനത്തെ ഏറ്റെടുക്കുകയും അനുസരിക്കുകയും ദൈവാലയത്തിന്റെ ശുശ്രൂഷകൾക്ക് പ്രാധാന്യം കൊടുക്കുകയും അതിന് താല്പര്യം പ്രകടിപ്പിക്കുകയും ചെയ്തതായ ശമൂവേൽ, രാജ്യങ്ങളെ ഭരിക്കുന്ന അനുഭവത്തിലേക്ക്, രാജാക്കന്മാരെ അഭിഷേകം ചെയ്യുന്ന, പ്രവാചകന്മാരെ അഭിഷേകം ചെയ്യുന്ന,
പുരോഹിതന്മാരെ അഭിഷേകം ചെയ്യുന്ന ആമേൻ ഒരുവനായിട്ട് ശമൂവേൽ പ്രവാചകൻ മാറിയെങ്കിൽ ദൈവത്തിന്റെ വചനത്തെ ഏറ്റെടുക്കുവാനായിട്ട്, ദൈവത്തിന്റെ വചനത്തെ കേൾക്കുവാനായിട്ട്, ദൈവവചനത്തിന് പ്രാധാന്യം കൊടുക്കുവാനായിട്ട്, ദൈവത്തെ അനുസരിക്കുവാനായിട്ട് ഒന്ന് നിന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുവാനായിട്ട് മനസ്സാകുമോ? ദൈവം നമ്മെ പഠിപ്പിച്ചതും അത് തന്നെയാണ്. പെസഹയ്ക്ക് 6 ദിവസം മുൻപേ ബെഥാനിയയിലേക്ക് കടന്നു വന്ന ഒരു കർത്താവ്, ആമേൻ, ആലയത്തിൽ കടന്നു വരുവാനും ആരാധനകൾക്കും യാഗങ്ങൾക്കും വളരെ താല്പര്യം കാണിക്കുകയും അതിനുവേണ്ടി നേരത്തെ ഒരുക്കപ്പെടുകയും ചെയ്യുന്നതായ ജീവിത അനുഭവങ്ങളെയാണ് ആമേൻ കർത്താവ് അവിടെ നമ്മെ പഠിപ്പിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലേക്കും ദൈവിക കാര്യങ്ങൾക്ക് പ്രാധാന്യം കൂടുതൽ കൊടുക്കുവാനായിട്ട്, ദൈവകരങ്ങളിൽ നമ്മെ തന്നെ ഏൽപ്പിക്കുവാനായിട്ട് മനസ്സുണ്ട്. ലൂക്കോസ് സുവിശേഷം 9-ാം അധ്യായം അതിന്റെ 28 മുതലുള്ള തിരുവചനം വായിക്കുമ്പോൾ നമുക്ക് അവിടെ കാണുവാൻ കഴിയും, യേശു പ്രാർത്ഥിക്കുവാനായിട്ട് ഒരു മലയുടെ മുകളിലേക്ക് കയറിപ്പോവുകയാണ്. അവിടെ പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും 3 പേരെയാണ് യേശു ഒപ്പം കൂട്ടി ആ മലമുകളിലേക്ക് പ്രാർത്ഥിക്കുവാൻ കടന്നുപോയത്. കാരണം എന്തെന്നറിയാമോ? ആമേൻ, പണസഞ്ചി സൂക്ഷിക്കുന്ന യൂദയെ കൊണ്ടുപോയാൽ പണത്തെക്കുറിച്ച് മാത്രം അവൻ ചിന്തിച്ചു കൊണ്ടിരിക്കും. ഹല്ലേലൂയ. ആമേൻ. യേശുവിന്റെ അത്ഭുതങ്ങൾ കാണുവാൻ പിന്നാലെ നടക്കുന്ന ആമേൻ ചിലരുണ്ട്. ആമേൻ, ശിഷ്യരെന്ന് പറഞ്ഞ് അവരെ കൊണ്ടുപോയാൽ അവർ അത്ഭുതങ്ങളെ കുറിച്ച് മാത്രം ചിന്തിച്ചു കൊണ്ടിരിക്കും. പക്ഷേ യാക്കോബിനെ കുറിച്ചും യോഹന്നാനെ കുറിച്ചും പത്രോസിനെ കുറിച്ചും ഒരു വ്യക്തമായ കാഴ്ചപ്പാട് യേശുവിനുണ്ടായിരുന്നു. ഇവരെ കൊണ്ടുപോയാൽ ഇവർ എന്നോടൊപ്പം നിൽക്കുമെന്ന്. ഹല്ലേലൂയ. ആമേൻ. അവരെ ആമേൻ ശുശ്രൂഷയ്ക്ക് വളർത്തിയെടുക്കുവാനായിട്ട് കഴിയും. അവരെ ഏതൊക്കെ തരത്തിലാക്കി വെക്കണം, എങ്ങനെ പ്രയോജനപ്പെടുത്തണമെന്ന് യേശുവിന് മുൻകൂട്ടി ഒരു ധാരണയുണ്ടായിരുന്നു. അതുകൊണ്ട് ആ മറുരൂപമലയിലേക്ക് പ്രാർത്ഥനയ്ക്ക് കടന്നു പോകപ്പെടുമ്പോൾ ഈ 3 പേരെയും യേശു കൂട്ടി. യേശുവിന്റെ അത്ഭുതമായ സാന്നിധ്യവും രൂപാന്തരവും ആമേൻ മിന്നുന്ന മുഖ തേജസ്സുമെല്ലാം അവിടെ ദർശിക്കുവാനായിട്ട് ഇടയായി തീരപ്പെട്ടു. മോശയും ഏലിയാവും ഇറങ്ങി വരുന്നതും യേശുവിനോട് സംസാരിക്കുന്നതും ആമേൻ ഒക്കെ കണ്ടിട്ട് പത്രോസ് വിളിച്ചു പറയുകയാണ്, ഇവിടെ 3 കുടിലുണ്ടാക്കാം, നാം ഇവിടെ ഇരിക്കുന്നത് നല്ലത് എന്ന. ആമേൻ, നമുക്ക് മനസ്സിലാക്കുവാനായിട്ടുള്ളത് ഇതാണ്. ദൈവ സാന്നിധ്യം ആഗ്രഹിക്കുകയും ദൈവവചനത്തിന് പ്രാധാന്യം കൊടുക്കുകയും ആമേൻ ദൈവിക സാന്നിധ്യത്തിൽ ഇരിക്കുവാൻ താല്പര്യം കാണിക്കുകയും ചെയ്യുന്നവരെയാണ് യേശു ആ മലമുകളിലേക്ക് കൊണ്ടുപോയത്. ഹല്ലേലൂയ. നിനക്ക് ദൈവ സാന്നിധ്യത്തെ ആഗ്രഹമുണ്ടോ? ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് താല്പര്യമുണ്ടോ? ദൈവം നിന്നെ നയിക്കുവാൻ, ദൈവം നിന്നെ കരം പിടിച്ച് നടത്തുവാൻ, ദൈവം തന്റെ കൂടെ നിന്നെ നടത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. നിന്നെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുവാനായിട്ട് കഴിയുമോ? ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഒന്ന് ഏൽപ്പിച്ചിട്ട് പറയാം, കർത്താവേ, പലപ്പോഴും എൻ്റെ ജീവിതത്തിൽ ദൈവത്തിന് നൽകേണ്ടുന്ന സ്ഥാനം നൽകുവാനായിട്ട് കഴിയാതെ ലോകത്തിന്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് ലോകത്തിന്റെ ഇഷ്ടങ്ങൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് ഞാൻ ജീവിതയാത്രയിൽ മുന്നോട്ട് പോയപ്പോൾ എൻ്റെ ജീവിതത്തിൽ തകർച്ചകളും നാശങ്ങളും നിന്ദകളും കടന്നു വന്നു. കർത്താവേ, ആ അനുഭവത്തിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. ആമേൻ. അങ്ങയെ ആരാധിക്കുന്നതിനും അങ്ങയുടെ വചനം അനുസരിക്കുന്നതിനും അങ്ങയുടെ ശുശ്രൂഷകൾക്കും പ്രാധാന്യം നൽകി മുന്നോട്ട് പോകുവാൻ ആമേൻ എൻ്റെ ജീവിതത്തിലൊരു ആമേൻ രൂപാന്തരത്തെ നൽകണമേ എന്ന ദൈവസന്നിധിയിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? ഹല്ലേലൂയ. കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ്. യേശു തന്നെ നമ്മെ പഠിപ്പിക്കുകയാണ്. യേശു ബഥാന്യയിലേക്ക് ലാസർ മരിച്ചു 4 ദിവസം കഴിഞ്ഞിട്ട് പോയി. ആമേൻ. അവരെ ചിലര് രൂപാന്തരപ്പെടുത്തുവാൻ, അവിടെ ദൈവപ്രവർത്തി വെളിപ്പെടുത്തുവാൻ, അവിടെ ദൈവത്തിന്റെ മഹത്വത്തെയും തേജസ്സിനെയും പ്രകടമാക്കുവാൻ തക്കവണ്ണം ദൈവം അങ്ങനെ ചെയ്തപ്പോൾ പെസഹ ആചരിക്കുവാൻ 6 ദിവസം മുന്നേ തന്നെ ഒരുക്കുവാനായിട്ട് യേശു കടന്നുപോയി. ഹല്ലേലൂയ. ദൈവ കാര്യങ്ങൾക്ക്, ദൈവിക ആമേൻ ആരാധനകൾക്കും ആമേൻ ദൈവിക ആലോചനകൾക്കും ആമേൻ അത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്ന ഒരു ജീവിതത്തെ ദൈവം നമുക്ക് മാതൃകയായി വെച്ചേക്കുകയാണ്. ദൈവസന്നിധിയിൽ നമ്മെ തന്നെ പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാമോ? ദൈവകരങ്ങളിലേക്ക് എല്ലാ കണ്ണുകളെയും അടച്ച് എല്ലാ ഹൃദയങ്ങളെയും ഏകാഗ്രമാക്കി ഒരു നിമിഷം ആ കർത്താവിനോട് പ്രാർത്ഥിക്കാം. അപ്പാ, അങ്ങ് ഞങ്ങൾക്ക് മാതൃക നൽകിയിരിക്കുന്നു. ആമേൻ. ദൈവിക കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുവാൻ, ആമേൻ ലൗകികമായ വിഷയങ്ങളുടെ പിന്നാലെ ഓടുന്നവരായിട്ടല്ല, പ്രശ്നങ്ങൾ വരുമ്പോൾ ദൈവസന്നിധിയിൽ ഉറച്ചു നിന്നുകൊണ്ട് ദൈവിക കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത് വചനത്തെ ഏറ്റെടുത്ത പ്രാർത്ഥനയോടുകൂടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാൻ, യേശുപ്പ അങ്ങയുടെ സാന്നിധ്യത്തിൽ ചേർന്ന് നടക്കുവാൻ ഞങ്ങളെ കേൾപ്പിച്ച നല്ല വചനത്തിനായി സ്തോത്രമപ്പ. ഞങ്ങളുടെ ജീവിതങ്ങളെ അങ്ങ് പണിയണമേ എന്ന് ആമേൻ എല്ലാവർക്കും പ്രാർത്ഥിക്കാം. പരിശുദ്ധ കർത്താവേ, നല്ല സമയത്തിനായി സ്തോത്രം. അങ്ങയുടെ മക്കളുടെ ഓരോരുത്തരുടെ മേലും അങ്ങയുടെ സാന്നിധ്യത്തെ അങ്ങ് പകരണമേ. ഇവരെല്ലാവരും അവരുടെ ജീവിത പ്രശ്നങ്ങളുടെ മധ്യത്തിൽ കുഴഞ്ഞു പോകാതെ, വാടിപ്പോകാതെ, പലതിനെ ചൊല്ലി പിറുപിറുക്കാതെ
അങ്ങയുടെ സന്നിധിയിൽ അങ്ങയെ ആരാധിക്കുന്നതിനും അങ്ങയുടെ വചനത്തെ ഏറ്റെടുക്കുന്നതിനും പ്രാർത്ഥിക്കുന്നതിനും ഒന്നാം സ്ഥാനം നൽകിക്കൊണ്ട് ദൈവിക കാര്യങ്ങൾക്ക് മുൻതൂക്കം നൽകിക്കൊണ്ട് കർത്താവ് ജീവിതങ്ങളെ പണിയുവാനും അവരുടെ പ്രശ്നങ്ങളിൽ നിന്ന് ദൈവം അവരെ കരം പിടിച്ച് ഉയർപ്പിക്കുന്നത് അനുഭവിപ്പാനും തക്കവണ്ണം ദൈവം ഓരോരുത്തരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പ അങ്ങയുടെ ആത്മാവിനാൽ ഓരോരുത്തരെയും ദൈവം മുദ്രയിടണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിന്റെ നിറവിനാൽ കർത്താവ് അങ്ങയുടെ മക്കളെ അവിടെ നിന്ന് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവസന്നിധിയിൽ ഒരുക്കമുള്ളവരായി ആമേൻ കർത്താവിനോട് ചേർന്ന് നടക്കുവാൻ താല്പര്യമുള്ളവരായി ഇവരുടെ ഹൃദയങ്ങൾ പണിയപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പ ദൈവസന്നിധിയിൽ ഉറച്ച വിശ്വാസത്തോടുകൂടി അടിയുറച്ച ദൈവവിശ്വാസത്തിൽ ഇവർ നിലനിൽക്കുവാൻ, പ്രാർത്ഥനയിൽ ജീവിതങ്ങളെ പണിയുവാൻ പരിശുദ്ധാത്മാവ് സഹായിക്കണം. അങ്ങയുടെ ആത്മാവിനാൽ ഇവരെ നയിക്കും, ദൈവകൃപയിൽ സൂക്ഷിക്കും. ഇവരുടെ പ്രശ്നങ്ങളുടെ മധ്യ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടട്ടെ, ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. ഇവരെ പ്രതികൂലങ്ങളെ വകവയ്ക്കാതെ ദൈവത്തോട് ചേർന്ന് നടന്ന ദൈവത്തിന്റെ മഹത്വത്തെ ദർശിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപ അനുഭവിപ്പാൻ സഹായിക്കും. എല്ലാവരെയും തിരുസാന്നിധ്യത്തിൽ ഏൽപ്പിച്ച് യേശുവിൻ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഇവർ വിടുതൽ അനുഭവിക്കട്ടെ, ഇവർ സൗഖ്യം അനുഭവിക്കട്ടെ, സകല പൈശാചിക തന്ത്രങ്ങളിൽ നിന്ന് ഇവർ സ്വാതന്ത്ര്യം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തിരുസാന്നിധ്യം കൊണ്ട് മൂടി മറയ്ക്കും, ഇവരെ സംരക്ഷിക്കും. യേശുവിൻ പരിശുദ്ധ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ.